നമ്മുടെ ആരോഗ്യ മേഖല മറ്റ് രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ യൂറോപ്യൻ നിലവാരത്തിൽ തന്നെ എന്ന് പലപ്പോഴും വിശേഷിപ്പിക്കപ്പെടാറുള്ളതാണ്. തീർച്ചയായും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ഏറെ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അത് പലപ്പോഴായി നമ്മൾ തെളിയിച്ചിട്ടുമുള്ളതാണ്. ആരോഗ്യ മേഖല മുന്നിൽ നിൽക്കുമ്പോൾ സ്വകാര്യ ആശുപത്രികൾക്കും വലിയ പങ്കുണ്ട്. അതോടൊപ്പം തന്നെ സ്വകാര്യ ആശുപത്രികൾ സേവനം നൽകുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട സേവനം ലഭിക്കുന്നത് നഴ്സുമാരിൽ നിന്നാണ് എന്ന് നമുക്കറിയാം. എന്നാൽ നഴ്സുമാർക്ക് ശമ്പളം തുച്ഛമാണ് എന്ന് ആരോപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ പരാതിക്ക് പരിഹാരം തേടിക്കൊണ്ടാണ് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ വ്യാപകമായ സമരം ഇപ്പോൾ തുടരുന്നത്. ഒത്തുതീർപ്പിന് തയ്യാറാകാത്ത ആശുപത്രികളിൽ അനിശ്ചിതകാല സമ്പൂർണ്ണ പണിമുടക്കിലേക്കാണ് നഴ്സുമാർ എത്തിയിട്ടുള്ളത്. തൃശ്ശൂരിൽ നടന്ന ചർച്ചയിൽ, അതായത് മാനേജ്മെന്റുകളുമായി നടന്ന ചർച്ചയിൽ വിജയിച്ച ചില സാഹചര്യത്തിൽ തൃശ്ശൂർ ദയാ ഹോസ്പിറ്റൽ, സൺ മെഡിക്കൽ ഹോസ്പിറ്റൽ, മദർ ഹോസ്പിറ്റൽ, കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് അങ്ങനെ ചില ആശുപത്രികളുമായി സമരക്കാർ ധാരണയിലേക്ക് എത്തുകയും സമരം അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ധാരണയിലെത്താത്ത സാഹചര്യത്തിൽ സമരം ശക്തമാക്കുകയാണ് UNA, യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ എന്നതാണ്. എന്താണ് ഈ സമരത്തിന് കാരണം, എന്താണ് ഇപ്പോഴത്തെ സമരത്തിൻ്റെ ഒരു പശ്ചാത്തലം എന്നതാണ് ന്യൂസ് ടെൻസ് ഇനി വിശദമായി പരിശോധിക്കാൻ പോകുന്നത്. നിലവിൽ UNA സമരം ശക്തമാക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഈ സമ്പൂർണ്ണ പണിമുടക്കിലേക്ക് പോകുമ്പോൾ മാനേജ്മെൻറ്റുകൾക്ക് മുന്നിൽ സമരം കടുപ്പിക്കുമ്പോൾ അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം എന്നത് അവരുടെ അടിസ്ഥാന ശമ്പളം എന്നത് 40,000 രൂപ ആക്കണം എന്നുള്ളതാണ്. ഈ ആവശ്യത്തിനോട് മുഖം തിരിക്കുന്ന മാനേജ്മെൻറ്റുകൾക്ക് മുന്നിൽ പ്രതിഷേധം തുടരുക എന്ന നിലപാടിലേക്ക് തന്നെയാണ് ഇപ്പോഴും UNA പോകുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ആശുപത്രികളിൽ സമരം കടുപ്പിക്കുകയാണ് ഇപ്പോൾ UNA എന്നതാണ്. അതോടൊപ്പം തന്നെ മറ്റാവശ്യങ്ങൾ കൂടി UNA മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നത് ഈ ആശുപത്രികൾ അവരുടെ ബാലൻസ് ഷീറ്റ് പുറത്തുവിടണം എന്നുള്ളതാണ്. അതായത് പല ആശുപത്രികളും വലിയ ലാഭത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ആശുപത്രികൾ പോലും അവിടുത്തെ നഴ്സുമാർക്ക് മാന്യമായൊരു ശമ്പളം നൽകാൻ തയ്യാറാകുന്നില്ല എന്നതാണ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ആശുപത്രികളിലെ ഫീസ് ഏകീകരിക്കണമെന്ന ഒരു ആവശ്യം കൂടിയുണ്ട്. പല സ്വകാര്യ ആശുപത്രികളിലും വ്യത്യസ്തമായ ഫീസുകൾ ആണ് ഉള്ളത്. ഇത് മാറ്റി ഒരു ഏകീകരണ സ്വഭാവം ഉണ്ടാകണം എന്നതാണ് ആവശ്യം. അതോടൊപ്പം ശമ്പളം കൊടുക്കാൻ തയ്യാറാകുന്ന ആശുപത്രികൾ ഈ ശമ്പളം നൽകാം എന്ന് പറയുക മാത്രമല്ല, അതിൽ കൃത്യമായ ഒരു കരാറിൽ, എഗ്രിമെന്റിൽ ഏർപ്പെടണം. വാക്കാൽ ഉള്ള പരാമർശങ്ങൾ പോരാ, ഒരു ധാരണയിലേക്ക് എത്തിയ ശേഷം മാത്രമായിരിക്കും ഈ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ളതാണ്. അതായത് ആവശ്യപ്പെടുന്ന ശമ്പളം നൽകാൻ ഒരുക്കമുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ മാനേജ്മെന്റുകൾ കരാർ ഒപ്പിടണം എന്ന ആവശ്യം കൂടി അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതോടൊപ്പം ശമ്പളം വളരെ കൃത്യമായി അക്കൗണ്ടിൽ തന്നെ ആണ് നൽകേണ്ടത് എന്ന ആവശ്യം കൂടി ഇവർ മുന്നോട്ട് വയ്ക്കുകയാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. മറ്റൊന്ന്, ഈ നേഴ്സിംഗ് വിദ്യാർത്ഥികളെ, അതായത് പല ആശുപത്രികളും പഠിക്കുന്ന വിദ്യാർത്ഥികളെ ജോലി ചെയ്യിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. പ്രത്യേകിച്ച് ഈ സമരമൊക്കെ ആരംഭിച്ചതിന് ശേഷം ഈ നേഴ്സുമാരുടെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഈ പഠിക്കുന്ന കുട്ടികളെയാണ്. അവർ അക്കാഡമിക് തലത്തിൽ പഠനം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ആതുര ശുശ്രൂഷ രംഗത്തേക്ക് ഇറങ്ങുന്നത് അങ്ങേയറ്റം അപകടകരം കൂടിയാണ്. അങ്ങനെ ജോലി ചെയ്യിച്ചാൽ അതിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇപ്പോൾ UNA പറയുന്നത്. നേഴ്സിംഗ് കൗൺസിലിനും പരാതി നൽകും എന്നുള്ളതാണ്. ചില ആശുപത്രികൾ എങ്കിലും അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ വിദ്യാർത്ഥികളെ ഈ ജോലി ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് ഷോർട്ടേജ് പരിഹരിക്കുക എന്ന ഒരു സമീപനം നേരത്തെ തന്നെ ഉണ്ട്. അത് തുടരാൻ അനുവദിക്കില്ല. കൃത്യമായ അക്കാഡമിക് യോഗ്യതകൾ കഴിഞ്ഞിട്ടുള്ള നഴ്സുമാരെ മാത്രമാണ് ജോലി ചെയ്യിപ്പിക്കാൻ പാടുള്ളൂ. അവരുടെ ജോലി ചെയ്യിപ്പിച്ച് അവർക്ക് മാന്യമായ ശമ്പളം നൽകുക എന്നത് തന്നെയാണ് ഇപ്പോൾ എടുത്തു പറയേണ്ടത്. അതോടൊപ്പം തന്നെ ഈ സ്വകാര്യ ആശുപത്രികളിലും മെഡിക്കൽ അനുബന്ധ സ്ഥാപനങ്ങളിലും ജീവനക്കാരുടെ കുറഞ്ഞ വേതന നിരക്കുകൾ പുതുക്കിക്കൊണ്ട് സർക്കാർ ഒരു കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു. ഈ കരട് വിജ്ഞാപനം എന്നത് വിജ്ഞാപനമായി തന്നെ പുറത്തിറക്കണം, അടിയന്തരമായി പുറത്തിറക്കണം എന്നതാണ്. കരട് വിജ്ഞാപനം ഒരു തരത്തിൽ കണ്ണിൽ പൊടിയിടുന്ന സമീപനം ആണ് എന്നതാണ് UNAയുടെ ആരോപണം. അങ്ങനെ ഈ കരട് വിജ്ഞാപനത്തിന്റെ കണക്കുകൾ പ്രകാരമുള്ള ഇപ്പോൾ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ശമ്പള സ്കെയിലുണ്ട്. അതെന്ത് എന്നത് കൂടിയാണ് നമ്മൾ നോക്കുന്നത്. അവിടെയാണ് ഈ BSc GNM നഴ്സുമാർക്ക്, അതോടൊപ്പം തന്നെ പാരാമെഡിക്കൽ ജീവനക്കാർക്ക്, അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് തുടങ്ങിയ ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളം എന്നത് 24,650 മുതൽ ഉയർത്തിയിരിക്കുന്നു. അത് 33,000 എന്ന നിലയിലേക്ക് ഉയർത്തുന്ന സാഹചര്യം ആണ് ഉള്ളത്. ഇങ്ങനെ വിവിധ കാറ്റഗറിയിൽപ്പെട്ട ആളുകളുടെ ശമ്പളം ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. 2022 ഒക്ടോബർ മുതൽ ഇത് മുൻകാല പ്രാബല്യത്തിൽ വരും എന്നും പറയുമ്പോൾ ഈ ശമ്പളത്തിൽ, ഇപ്പോഴത്തെ ഈ കരട് വിജ്ഞാപനത്തിൽ പറയുന്ന ശമ്പളം എന്നത് പോരാ, ഇതിലും ഉയർന്ന ശമ്പളം വേണം എന്ന ആവശ്യം തന്നെയാണ്. 40,000 രൂപ അടിസ്ഥാന ശമ്പളമായി നൽകണം എന്ന ആവശ്യം തന്നെയാണ് UNA മുന്നോട്ട് വയ്ക്കുന്നത്.
സാരംഗ് ആണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. സാരംഗ്, UNA വലിയ പ്രക്ഷോഭം ആണ് നടത്തിയത്. ഒരുപക്ഷെ കേരളത്തിലെ മിക്കവാറും സ്വകാര്യ ആശുപത്രികളിലെ മുഴുവൻ നഴ്സുമാരും ഈ സംഘടനയിൽ ഭാഗമാകുന്ന സാഹചര്യമുണ്ട്. സംഘടന ഉറച്ച നിലപാട് സ്വീകരിക്കുകയാണ്. എന്താണ് അവരുടെ മുന്നോട്ട് പോക്കിന്റെ രീതി? അഭിലാഷ്, ഈ UNAയുടെ രൂപീകരണ സമയം തന്നെ വളരെ പ്രസക്തമാണ്. കാരണം 2018 നഴ്സുമാരുടെ ശമ്പളം പുതുക്കി നിശ്ചയിക്കുന്നത്, അതായത് ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് UNAയുടെ രൂപീകരണം ഉണ്ടാകുന്നതും. അന്ന് വലിയ പ്രക്ഷോഭം കേരളത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സുമാർ മുന്നോട്ട് വെക്കുകയും അവസാനം സ്വകാര്യ മാനേജ്മെന്റുകൾ അവർക്ക് മുന്നിൽ മുട്ടുമടക്കിയാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു സാലറിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതിനു മുൻപ് ഇതിലും തുച്ഛമായ ശമ്പളത്തിലായിരുന്നു സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ ജോലി ചെയ്തിരുന്നത്. അതിനൊരു മാറ്റം കൊണ്ടുവന്നത് UNA വഴിയാണ്. അപ്പോൾ അതിന്റെ ഒരു ഭാഗമായി 2018 ശേഷം 2023 ഈ ഒരു ശമ്പള പരിഷ്കരണ ബില്ല് സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നെങ്കിലും പക്ഷേ അത് നടപ്പിലായില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇതിലൊരു തീരുമാനം വേണം. കാരണം തുച്ഛമായ നിലവിലെ സാഹചര്യത്തിൽ തുച്ഛമായ സാലറിക്കാണ് ഇപ്പോൾ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ ജോലി ചെയ്യുന്നത്. അതായത് വലിയ പ്രവൃത്തി പരിചയമുള്ള നഴ്സുമാർ അടക്കം വളരെ കുറവ് സാലറിയിലാണ് ജോലി ചെയ്യുന്നതെന്നാണ് അവർ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് നമ്മൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ വാർത്തയിലേക്ക് വളരെ പെട്ടെന്ന് തിരികെ എത്താം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.